സമസ്ത എന്ന് പറഞ്ഞാലും ദീൻ എന്ന് പറഞ്ഞാലും ഇസ്ലാം എന്ന് പറഞ്ഞാലും എല്ലാം ഒന്നാണ്. ഇവിടെ സമസ്തയുടെ പ്രവർത്തനം വേണ്ടെന്ന് എവിടെയെങ്കിലും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ദീൻ വേണ്ട, ഈ നാട്ടിൽ ഇസ്ലാം വേണ്ടെന്നാണ്. കാരണം അതാണ്, സമസ്തക്ക് പുതിയൊരു ആശയമില്ലല്ലോ. ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നാണ് പ്രമേയം. സമസ്ത രൂപീകരിച്ചിട്ട് 100 വർഷമാണ്. സമസ്തക്ക് പ്രത്യേകം ആദർശമുണ്ടെങ്കിൽ നൂറ്റാണ്ടുകളിലൂടെ ആദർശം പറയേണ്ട ആവശ്യമില്ല, ആ 100 വർഷത്തെ ആദർശം പറയേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ നമുക്ക് പുതിയൊരു ആദർശമില്ലല്ലോ. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സഹാബാക്കൾ, താബികൾ പാരമ്പര്യമായി കടന്നു വന്ന വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മഹാനായ ശംസുൽ പറയുന്നത് പോലെ, പരിചയപ്പെടുന്ന പോലെ, നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയപ്പെടുന്ന പോലെ സിറാത്തുൽ മുസ്തഖീമിന്റെ അല്ലെങ്കിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ നേരായ മുഖം അതാണ് ബഹുമാനപ്പെട്ട സമസ്ത ജമിഅത്തുൽ ഉലമ. സമസ്തക്ക് പ്രത്യേകം ആദർശമില്ല. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നബ്ബറല്ലാഹു മർക്കദ ബഹുമാനപ്പെട്ട നേതൃത്വത്തെ രൂപീകരിച്ചപ്പോൾ അവിടെ മനസ്സിൽ ഉദിച്ച വല്ല ആശയത്തിന്റെ പ്രചരണമല്ല സമസ്തയുടെ പ്രചരണം. ഇവിടെ തബ്ലീഗ്, മുജാഹിദ്, ജമാഅത്ത്, ഖാദിയാനികൾ, അതുപോലെ ഒരുപാട് പുത്തൻ പ്രസ്ഥാനക്കാർ അവരൊക്കെ പ്രചരിപ്പിക്കുന്നത് അവരുടെ നേതാവിന്റെ മനസ്സിലുദിച്ചൊരാശയമാണ്. ആ രൂപീകരിക്കുമ്പോൾ നേതൃത്വം നൽകിയ സംഘടനയുടെ നേതാവ് അവരെ തലയുദിച്ച വികലമായ ആശയങ്ങളുടെ പ്രചരണമാണ് അവർ നടത്തുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ മഹാന്മാരായ മഹത്തുക്കൾ പറയുന്നത് പോലെ കേരളത്തിൽ രൂപീകരിച്ചതുകൊണ്ട് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന പേര് വന്നെങ്കിലും സമസ്ത കേരള ജമിഅത്തുൽ ഉലമയല്ല, സമസ്ത ലോക ജമിഅത്തുൽ ഉലമയാണ് ഈ ഒരു സംഘടന എന്നാണ് നമ്മുടെ മഹാന്മാരായ മഹത്തുക്കൾ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. കാരണം അതിൻ്റെ പ്രവർത്തനങ്ങൾ കേരളവും ദേശീയവും വിട്ട് അന്തർദേശീയ രംഗത്ത് പോലും 40-32 രാഷ്ട്രങ്ങളിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ സംവിധാനം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ മഹാന്മാരായ മഹത്തുക്കൾ ആ മുബാറക്കായ കരങ്ങളെ കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഇഖ്ലാസിന്റെ മേൽ പടുത്തുയർത്തപ്പെട്ട ഒരു വലിയൊരു സംഘടന എന്ന ഈ റബ്ബിന്റെ ഏറ്റവും വലിയ സഹായം ലഭിച്ച ഒരു സംഘടന. അൽഹംദുലില്ലാഹ്.